ഇടുക്കിയിലേക്ക് ഒന്ന് പോകണം. അവിടെ മരുതുമൂട് MMT ആശുപത്രിക്ക് സമീപം പിക്കപ്പ് ലോറി കൊക്കയിലേക്ക് മറിയുന്ന ദൃശ്യങ്ങൾ, മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ നൽകിയിരുന്നു. ഇപ്പോഴത്തെ ആ മറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കാറിലും ഇരുചക്ര വാഹനത്തിലും ഇടിച്ച ശേഷമാണ് ഈ പിക്കപ്പ് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞത്. നോക്കൂ, ഭീതിതമായ ദൃശ്യങ്ങളാണ്. ഒന്നുകൂടി പ്ലേ ചെയ്യാമെന്ന്. അപകടത്തിൽ ഏതായാലും 3 പേർക്ക് പരിക്കേറ്റിരുന്നു. രാഹുൽ, MMT ആശുപത്രിക്ക് സമീപമുണ്ടായ അപകടമാണ്. കാറിലും ഇരുചക്ര വാഹനത്തിലും ഇടിച്ച ശേഷമാണ് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞത്. എന്താണ് സംഭവിച്ചത്? ബ്രേക്ക് നഷ്ടപ്പെട്ടതോ മറ്റോ ആണോ? ഏതായാലും രക്ഷപ്പെട്ടിരിക്കുന്നു. ആളപായം ഇല്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. വിനീത, കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മരുതുമൂടിന് സമീപം ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ അപകടം നടന്നത്. അപകടത്തിന്റെ വാർത്ത നേരത്തെ തന്നെ സംഭവ സ്ഥലത്ത് നിന്നും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട വാഹനം 250 അടി താഴ്ചയിലേക്ക് മറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാറിലും ബൈക്കിലും ഇടിക്കുന്നു. അതിനുശേഷം ഈ റോഡിന്റെ കൈവരി തകർത്ത ശേഷമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വാഹനം 250 അടി താഴ്ചയിലേക്ക് മറഞ്ഞു വരുന്നത്. അത് അപ്പുറത്ത്, ഈ മലയുടെ അപ്പുറത്ത് ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഫോണിൽ പകർത്തുകയായിരുന്നു. അതിനുശേഷം ആ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭാഗ്യം കൊണ്ട് തന്നെ 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. 2 പേർക്കും നിസാര പരിക്കേറ്റിട്ടുണ്ട്. അവ 2 പേരെയും തൊട്ടടുത്തുള്ള MMT ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ വാഹനം ചങ്ങനാശ്ശേരിയിൽ നിന്നും കുമളി ഭാഗത്തേക്ക് മൈദയുമായി പോകുന്ന വാഹനമായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ശേഷം പെരുവന്താനത്ത് നിന്നും മുണ്ടക്കയം ഭാഗത്തേക്ക് വരികയായിരുന്ന ഒരു കാറിലും ബൈക്കിലും ഇടിക്കുന്നു. അതിനുശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട ശേഷമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ താഴത്തേക്ക് പതിക്കുന്നത്. ആ ദൃശ്യം അതിഭീകരമായ ദൃശ്യങ്ങളാണ്. അത് ഈ വാഹനത്തിലുള്ള ആളുകൾക്ക് കാര്യമായി പരിക്കേൽക്കും എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ 2 പേർക്കും നിസാര പരിക്കാണ് ഏറ്റിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ വാഹനം താഴത്തെ ഇത്രയും ഒരു 250 അടി താഴ്ചയോളം മറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും വാഹനം മുകളിലേക്ക് പൊക്കിയെടുക്കണമെങ്കിൽ അല്പം ഭാരിച്ച പണിയുണ്ട്. നിലവിൽ ആ വാഹനം അതേ സ്ഥലത്ത് തന്നെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ക്രെയിനിന്റെ സഹായത്തോടെ കയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിവലിച്ച് വേണം മുകളിലേക്ക് എത്തിക്കാൻ. അതുകൂടാതെ വാഹനം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. കാര്യമായി തന്നെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഈ വാഹനം പൊക്കിയെടുക്കുന്ന നടപടിക്രമങ്ങൾ നാളെ ആയിരിക്കും ഉണ്ടാകുക. ഈ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. വിനീത, ശരി, അത് തന്നെയാണ് ആശ്വാസം. ഇത്ര വലിയ അപകടം ഉണ്ടായിട്ടും അവർ രക്ഷപ്പെട്ടു എന്നാണ് ആശ്വാസം. രാവിലെ സജോ ദേവസ്യ സ്ഥലത്ത് നിന്ന് കൊക്കയിൽ മറിഞ്ഞു കിടക്കുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ വാഹനം വീഴുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഞെട്ടിക്കുന്ന അപകടമാണ് ഉണ്ടായിരിക്കുന്നത്.